ന്യൂനപക്ഷ മേഖലയിലുള്ള വോട്ട് പൂരം കലക്കിയതുകൊണ്ട് വന്നു എന്നാണ്. അത് തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിക്കലല്ലേ? കാരണം തൃശ്ശൂരിൽ ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിലെ എല്ലാവരും പൂരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നാണ്. പൂരം അലങ്കോലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തൃശ്ശൂരിലെ ന്യൂനപക്ഷ സ്നേഹികൾ എന്ന് എനിക്ക് അഭിപ്രായമില്ല. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറയണം. തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങൾ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം കാത്തുനിരുന്നവരാണ്. ഇത്രയും കാലം അവർ ശ്രമിച്ച് നടന്നില്ല. ഇത്തവണ ഒരു പോലീസുകാരൻ വന്നിട്ട് പൂരം കലക്കിയപ്പോൾ തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സന്തോഷിച്ചു. അതുകൊണ്ട് അവരെല്ലാവരും പൂരം കലക്കിയത് സുരേഷ് ഗോപിയാണ് എന്നെങ്ങനെയാണ് അപ്പോഴും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പൂരം കലക്കിയത് കേരളത്തിലെ പോലീസാണ്. അങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടേണ്ടിയിരുന്നത് സുനിൽകുമാറിനാണ്. പൂരം കലക്കിയതിൻ്റെ പേരിൽ കലക്കിയ ആളുകൾക്ക് ആണല്ലോ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ പൂരം കലക്കിയതിനെ പറ്റിയിട്ട് കേരള പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം. ആ കലക്കിയതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടത്ത് എന്താ? അത് പുറത്തു വരട്ടെ, വിടട്ടെ. ആ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഏത് സാഹചര്യത്തിൽ ആരാണ് ഈ പൂരം കലക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ആളുകൾ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പുറത്തു വരും. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബന്ധം ഇത്രയേ ഉള്ളൂ. BS സുനിൽകുമാറും അതുപോലെ K മുരളീധരനും അവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. അവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് ഭാരതീയ ജനതാ പാർട്ടിയെയും സുരേഷ് ഗോപിയും പഠിച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചത് എന്നുള്ള പുതിയ ആരോപണം, ആ ആരോപണമായിട്ട് വന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ADGP പോയത് എന്തുദ്ദേശത്തിലാണ്? ADGP ഇപ്പോൾ ഈ VD സതീശൻ പറയുന്നത് പൂരം കലക്കാനുള്ള ഗൂഢാലോചനയുമായിട്ട് പിണറായി വിജയൻ്റെ സന്ദേശവാഹകനായി ADGP RSS നേതാവിനെ കാണാൻ പോയി. ഇതിൽ ഉത്തരം പറയാവുന്ന മൂന്നാളുകളാണ്. ഒന്ന്, ആദ്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ADGPയെ അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടോ? അദ്ദേഹം അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ടാണ് ഈ ADGP പോയത്. രണ്ട്, അജിത് കുമാർ പറയണം. ADGP പറയണം എന്ത് കാരണത്താലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് ADGP കാണാൻ പോയത്. മൂന്ന്, RSS പറയും. RSS ആണ് അക്കാര്യത്തിൽ പറയേണ്ടത്. എന്തിനാണ് അജിത് കുമാർ വന്നത്? കാരണം RSS എന്ന് പറയുന്ന പ്രസ്ഥാനം, RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അവരെല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാടാണ് ഇത്തവണയും എടുത്തത്. അവർ പറഞ്ഞത് RSSനെതിരായിട്ട് RSS രൂപീകരിച്ച കാലം തൊട്ട്, അല്ലെങ്കിൽ 1947 തൊട്ടൊക്കെ ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളെ RSS നേരിട്ടിട്ടുണ്ട്. RSSൻ്റേതായിട്ടുള്ള രീതിയിൽ ആ ആരോപണങ്ങളെ നേരിട്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് RSS ഇന്ന് വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് RSSനെതിരായിട്ട് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും പലതരത്തിലുള്ള ദുരാരോപണങ്ങളും വരുമ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള വക്താവായിട്ട് BJPയുടെ നേതാക്കന്മാർ ഇപ്പോൾ വരണ്ട. കാരണം BJPയുടെ നേതാക്കന്മാരെ ആരെയും RSS വക്താക്കളായിട്ട് നിശ്ചയിച്ചിട്ടില്ല. RSSന് തന്നെ വക്താവുണ്ട്. RSS അതുകൊണ്ട് RSSൻ്റെ വക്താവ് വിശദീകരിക്കും, RSSൻ്റെ ഭാരവാഹികൾ വിശദീകരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും നിർദ്ദേശിക്കാനുള്ളത്, നിങ്ങൾ നേരിട്ട് RSSൻ്റെ നേതാക്കന്മാരോട് സംസാരിക്കണം. അവർക്കാണ് ADGP വന്നത് എന്തിനാണ്, വന്നത് ഉദ്ദേശം എന്തായിരുന്നു, അവർക്ക് പറയാൻ പറ്റുന്ന അവർ പറയും. അതുകൊണ്ട് ആ കാര്യത്തിൽ മറുപടി പറയേണ്ട ആൾ ഞാനല്ല.